നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിന്റെ നിലപാട് മാറ്റം. ഇപ്പോഴത്തെ ഈ നിലപാട് മാറ്റം അത് ഗുണകരമാകുമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. യുവതീ പ്രവേശനം വേണ്ട എന്ന നിലപാടായിരിക്കും സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുക. യുവതീ പ്രവേശനം അനുകൂലിച്ചതിന് പിന്നാലെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. നിലപാട് മാറ്റം വഴി വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നു എന്നൊരു അഭിപ്രായം ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രാദേശിക തലത്തിൽ നിലപാട് ചർച്ചയാക്കാനും തീരുമാനമായിട്ടുണ്ട്. ബിനിൽ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം ചേരുന്നു വിശകലനങ്ങളുമായി. ബിനിൽ, ഗുഡ് മോർണിംഗ്. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് വിധി വരുന്നു. ഈ യുവതികൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാമെന്ന് വിധി വരുന്നു. അന്ന് വളരെ പുരോഗമനപരമായ വിധിയാണ്. ഈ വിധിക്കൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞ് നിലപാടെടുത്ത സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അന്ന് പുരുഷന്മാരെക്കാൾ കൂടുതൽ നാമജപവുമായി രംഗത്ത് വരികയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തത് സ്ത്രീകളായിരുന്നു. അത്രയും സ്ത്രീകളെ തെരുവിൽ കണ്ടിട്ടും മറ്റ് സ്ത്രീകളെ കൂട്ടി വനിതാ മതിൽ തീർത്തൊരു സർക്കാരായിരുന്നു ഇത്. ഇപ്പോൾ മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് നമ്മൾ. ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ പോവുകയാണ്. എല്ലാ മുന്നണികളും തിരഞ്ഞെടുപ്പിലേക്ക് ആ ചർച്ചകളിലേക്ക് നടന്നു കഴിയുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇതേ വിഷയത്തിലെ സർക്കാരിന്റെ നിലപാട് മാറ്റം. എന്നും പുരോഗമന ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന ഇടതുപക്ഷം, സ്ത്രീപക്ഷ നിലപാടിനൊപ്പം ചേരുന്ന ഇടതുപക്ഷം, 2 വോട്ടിന് വേണ്ടി ഒരു കാലത്ത് നിലപാട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ അണികൾക്ക് നൽകാൻ മറുപടിയുണ്ടോ? ഈ നിലപാട് മാറ്റം അത് ഈ തിരഞ്ഞെടുപ്പിൽ CPIMന് ഗുണം ചെയ്തത് എങ്ങനെയെന്നാണ് പാർട്ടി വിലയിരുത്തൽ? ബിനിൽ. സേതു, 2018 യുവതീ പ്രവേശന വിധി ഉണ്ടാകുന്നത്. അതിനുശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നു. അതിൽ വലിയ തിരിച്ചടിയാണ് അന്ന് LDF നേരിട്ടത്. 19-1, അതായത് ഒരു സീറ്റ് മാത്രമാണ് അന്ന് LDFന് ലഭിച്ചത്. അങ്ങനെ വലിയ തിരിച്ചടി ഉണ്ടായി. അതിനുശേഷം LDFന്റെ നേതാക്കൾ വീടുകൾ കയറി ഞങ്ങളുടെ നിലപാട് അങ്ങനെയല്ല എന്ന് വിശദീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നു. ആ സമയത്ത് ഒരു നവോത്ഥാന സമിതി ഉണ്ടാക്കി. അങ്ങനെയാണ് ഇടത് സർക്കാർ മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ CPM മുന്നോട്ടേക്ക് പോയത്. ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു നിലപാടുണ്ട്. അവിടെ എല്ലാ സ്ത്രീകൾക്കും, അതായത് പ്രായഭേദമന്യേ എല്ലാവർക്കും അവിടെ തൊഴാനുള്ള, അവിടെ പ്രവേശിക്കാനുള്ള ഒരു വിധി ഉണ്ടാകണം, അല്ലെങ്കിൽ ആ നടപടി ഉണ്ടാകണം എന്നാണ് സർക്കാരും LDFും നിലപാടെടുത്തത്. അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അതിന് പിന്നാലെ നേരത്തെ പറയുന്നതുപോലെ LDF നേതാക്കൾ വീടുകൾ കയറി ഇത്തരം സാഹചര്യം, ഇതാണ് ഞങ്ങളുടെ നിലപാട്, അങ്ങനെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് യുവതികൾക്ക് പ്രവേശനം വേണ്ട എന്ന രീതിയിൽ ഒരു നിലപാടൊക്കെ അന്ന് തന്നെ മാറിയതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ CPM ഇന്ന് ഈ ഘട്ടത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് പിന്നോക്കം പോകാം. അതായത് യുവതീ പ്രവേശനം ശബരിമലയിൽ വേണ്ട എന്ന നിലപാട് സുപ്രീം കോടതിയെ അറിയിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അത് തീരുമാനമായതുമാണ്. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗവും അത് പരിഗണിക്കും. ഇന്നെന്തായാലും അതിന് അഫിഡവിറ്റ് സുപ്രീം കോടതി സമർപ്പിക്കും. ഈ രീതിയിൽ യുവതികൾക്ക് പ്രവേശനം വേണ്ട, അവിടെ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന രീതിയിലുള്ളൊരു മറുപടിയായിരിക്കും, അല്ലെങ്കിൽ സത്യവാങ്മൂലമായിരിക്കും സുപ്രീം കോടതി നൽകുക. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുകയാണ്. അത്തരത്തിൽ നേരത്തെയുള്ള നിലപാട്, അതായത് നേരത്തെ VS സർക്കാരുടെ നിലപാട് യുവതികൾക്ക് പ്രവേശനമാകാൻ, എല്ലാവർക്കും പ്രവേശനമാകാമെങ്കിലും ഒരു മതപണ്ഡിതന്മാരുടെ ഒരു സമിതി ഉണ്ടാക്കി അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്നൊരു നിലപാടാണ് VS സർക്കാർ നേരത്തെ എടുത്തത്. അത് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അത് തിരുത്തി യുവതികൾക്ക് പ്രവേശനം വേണ്ട എന്ന നിലപാടെടുത്തു. പിന്നീട് പിണറായി സർക്കാർ വരുമ്പോൾ അവരുടെ നിലപാട് യുവതി പ്രവേശനം വേണമെന്ന നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരം ഒരു സത്യവാങ്മൂലം കോടതി നൽകിയിട്ടില്ല. അവരുടെ നിലപാട് നേരത്തെ എടുത്ത VS സർക്കാരിന്റെ അതേ നിലപാടിൽ മുന്നോട്ട് പോകാം എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാർ, അതായത് ഒന്നാം പിണറായി സർക്കാർ എടുത്ത നിലപാട്. നിലവിൽ എന്തായാലും CPM നേരിട്ട് ഇത് വിശദീകരിക്കില്ല. അതായത് സർക്കാർ ഒരു നിലപാടെടുത്താലും നേരിട്ട് നിലപാട് മാറിയെന്ന് CPM സമ്മതിക്കുകയോ അത്തരം പ്രചാരണത്തിലേക്ക് പോവുകയില്ല. എന്തായാലും താഴെത്തട്ടിൽ അണികൾക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകും. അതായത് വിശ്വാസികൾക്കൊപ്പമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുക. അതാണ് CPM മുന്നോട്ട് വെക്കുന്നത്. ആ രീതിയിലുള്ള പ്രചാരണമാകും ഉണ്ടാവുക. എന്തായാലും ഇന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് യുവതി പ്രവേശനം വേണ്ട, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം, വിശ്വാസികൾക്ക് ഒപ്പം നിൽക്കണം നിലപാടാണ്. അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണ് അവരുടെ വിലയിരുത്തലും. ഓക്കെ ബിനിൽ, ശരി.